നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. നാം വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കുന്ന അറിവുകൾ ഭാവിയിൽ ഇടപഴകുന്ന തൊഴിൽ മേഖലകളിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന ചിന്തയാണ് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ഈ ആശയത്തിൻ്റെ ആവിഷ്കാരത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗവേഷണ സ്ഥാപനമായ SCERT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷി, ഇലക്ട്രോണിക്സ്, ഫിനാൻഷ്യൽ ലിറ്ററസി, മീഡിയ, വീഡിയോഗ്രാഫി, പ്ലംബിംഗ്, ഡിസൈൻ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിലാണ് ഈ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെ അധികരിച്ചുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ SIET തയ്യാറാക്കി കഴിഞ്ഞു. ഈ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം നിർവഹിക്കാൻ സാധിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തൊഴിൽ ശേഷി കൂടിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഈ പദ്ധതി ഏറെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. SIET തയ്യാറാക്കുന്ന ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ചുമർ ചിത്രങ്ങളും ശിലാലിഖിതങ്ങളും താളിയോലകളും ആശയ കൈമാറ്റങ്ങൾക്കായുള്ള ഉപാധികൾ ആയിരുന്ന കാലത്തു നിന്നും വിശാലമായ ആശയവിനിമയം അനിവാര്യമാണ് എന്ന ചിന്ത മനുഷ്യ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. അച്ചടിയുടെ ചരിത്രം ആരംഭിക്കുന്നത് സുമേറിയൻ നാഗരികതകൾ കളിമൺ ഫലകങ്ങളിൽ എഴുതിയ രേഖകൾ സാക്ഷ്യപ്പെടുത്താൻ സിലിണ്ടർ മുദ്രകൾ ഉപയോഗിച്ചിരുന്ന കാലത്തു നിന്നുമാണ്. ബ്ലോക്ക് സീലുകൾ, ചുറ്റിക നാണയങ്ങൾ, മൺപാത്ര മുദ്രകൾ, തുണി പ്രിന്റിംഗ് എന്നിവയായിരുന്നു മറ്റ് ആദ്യകാല അച്ചടി രൂപങ്ങൾ. ചൈന കടലാസ് കണ്ടുപിടിച്ചതോടുകൂടിയാണ് അച്ചടി രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് ജപ്പാനും കൊറിയയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വിവിധ തരത്തിലുള്ള അച്ചടി യന്ത്രങ്ങളുമായി മുന്നോട്ട് വന്നു. കടലാസിലെ പ്രിന്റിംഗ് ആയ വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ചൈനയിലാണ് തുടക്കമിട്ടത്. തുടർന്ന് കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. കൃത്യമായി പ്രസിദ്ധീകരണ രീതിയിലുള്ള ലോകത്തിലെ ആദ്യ അച്ചടി പുസ്തകമാണ് ഡയമണ്ട് സൂത്ര. 15-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ യൂറോപ്പിലും വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ഉപയോഗിച്ചിരുന്നു. ജർമ്മൻകാരനായ ജോഹനാസ് ഗുട്ടൻബർഗ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സിന് രൂപം നൽകി. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം അദ്ദേഹത്തിന്റെ സൃഷ്ടിയായ ബൈബിളിന്റെ അച്ചടിയോടുകൂടി യൂറോപ്പിലും ആഗോളതലത്തിലും ആശയവിനിമയത്തിന്റെ അഭൂതപൂർവമായ മാറ്റമാണ് സാധ്യമാക്കിയത്. അച്ചടിയുടെ പിതാവെന്ന് അദ്ദേഹം അറിയപ്പെട്ടു. വടിവൊത്ത അക്ഷരങ്ങളായി മലയാള ഭാഷ ആദ്യമായി പിറവിയെടുത്തത് ജോഹനാസ് ഗുട്ടൻബർഗിന്റെ കൈകളിലൂടെയായിരുന്നു. അദ്ദേഹം ഓരോ അക്ഷരങ്ങൾക്കായും അച്ചുകൾ ഉണ്ടാക്കുകയും അവ അച്ചടിക്കുവാൻ മരം കൊണ്ടുള്ള അച്ചടി യന്ത്രം രൂപപ്പെടുത്തുകയും ചെയ്തു. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും 1678 അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ചത്. ഡച്ചുകാർ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. അതിൽ 1-ാം പതിപ്പിൽ 8-ാം താളിൽ ലത്തീൻ ഭാഷയിലുള്ള പുസ്തകത്തിൽ സസ്യങ്ങളുടെ ചിത്രത്തിന് താഴെ മലയാളത്തിൽ പേരുകൾ രേഖപ്പെടുത്തുകയായിരുന്നു. 1772 റോമിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ലിപിയിൽ പൂർണ്ണമായും അച്ചടിക്കപ്പെട്ട സമ്പൂർണ്ണ മലയാള ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടോടുകൂടി ധാരാളം പ്രിന്റിംഗ് പ്രസ്സുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ഥാപിതമായി. 16-ാം നൂറ്റാണ്ടിൽ അച്ചടി യന്ത്രം നിലവിൽ വന്നതിന് ശേഷം ഭാരതത്തിലെ അച്ചടിയുടെ പരിണാമത്തിന്റെ പ്രധാന ഘടകമായിരുന്നു കൈയെഴുത്ത് പ്രതികൾ. ഇവ പനയോലകളിലോ കടലാസിലോ അച്ചടിച്ചു. പോർച്ചുഗീസ് മിഷണറിമാർ കൊങ്കണി പഠിക്കുകയും പ്രാദേശിക ഭാഷയിൽ ലഘുലേഖകൾ അച്ചടിക്കുകയും ചെയ്തപ്പോഴാണ് അച്ചടിശാല ആദ്യമായി ഇന്ത്യയിൽ വന്നത്. വിപ്ലവങ്ങളുടെ അക്രമ അന്തരീക്ഷത്തിൽ പത്രങ്ങളും മാസികകളും ജനങ്ങൾക്കിടയിൽ ദേശീയ വികാരം ഉയർത്തിപ്പിടിച്ചു. പട്ടാല എന്ന പ്രദേശം പുസ്തകങ്ങൾ അച്ചടിക്കുവാനായി പ്രത്യേകമുള്ളതായിരുന്നു. വുഡ് കട്ട് എന്ന പ്രിന്റിംഗ് രീതി ഉപയോഗിച്ച് ചിത്രീകരണങ്ങളും വർണ്ണാഭമായ ലിത്തോഗ്രാഫുകളും ഉപയോഗിച്ചുള്ള പുസ്തകങ്ങൾ സ്ത്രീകളിൽ ഏറെ പ്രചാരം നേടി. 18-ാം നൂറ്റാണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ധകാരത്തിന്റെ കാലഘട്ടമായിരുന്നു.
സാമൂഹ്യ അസമത്വങ്ങളും അനീതികളും കൊണ്ട് നിറഞ്ഞ കാലഘട്ടം. ഇന്ത്യയിലെ അച്ചടിയുടെ പരിണാമവും സ്വാതന്ത്ര്യസമരത്തിൽ അതിൻ്റെ പങ്കും വളരെ വലുതാണ്. 18-ാം നൂറ്റാണ്ടിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രങ്ങൾ നിലവിൽ വന്നു. ഇത് അച്ചടിയുടെ വേഗത കൂട്ടുന്നതിന് സഹായകമായി. ആവിഷ്കാര മാധ്യമമായ അച്ചടി മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം കൂടുതൽ വികാസം പ്രാപിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എഴുത്തിന്റെ വഴികളിലേക്ക് സ്ത്രീകൾ ഇറങ്ങുവാൻ തുടങ്ങി. ജെയിംസ് ആഗസ്റ്റ് ഹിക്കി 1780-ൽ ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയതുവഴി ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രസിന്റെ ആരംഭം കുറിച്ചു. തടിയിലുള്ള പ്രിന്റിംഗ് മെഷീൻ രൂപപ്പെടുത്തുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അച്ചടി ജോലികൾ ആദ്യകാലങ്ങളിൽ ഹിക്കി നിർവഹിക്കുകയും ചെയ്തു. 1572 പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ ബൈബിളിന്റെ തമിഴ് പരിഭാഷയാണ് വേദോപദേശം. 4 സുവിശേഷങ്ങൾ ഇന്ത്യയിൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ഗ്രന്ഥമാണ്. 19-ാം നൂറ്റാണ്ടോടുകൂടി പാശ്ചാത്യ മിഷണറിമാർ കേരളത്തിലേക്ക് വരുവാൻ തുടങ്ങി. ബൈബിൾ പ്രചരണാർത്ഥം കേരളത്തിലെത്തിയ മിഷണറിമാരിൽ ഒരാളായിരുന്ന ബെഞ്ചമിൻ ബെയ്ലി മലയാള ഭാഷയുടെ അച്ചടി കേരളത്തിന് പരിചയപ്പെടുത്തി അച്ചടി വിപ്ലവം സൃഷ്ടിച്ചു. പിന്നീട് ബെയ്ലി മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുകയും ചെയ്തു. കേരളത്തിൽ മലയാളം അച്ചടിക്ക് തുടക്കമിട്ടത് നാം എല്ലാം അറിയുന്നതുപോലെ ബെഞ്ചമിൻ ബെയ്ലിയാണ്. അദ്ദേഹം 1824-ൽ അച്ചടിക്ക് വേണ്ടി 2 പുസ്തകങ്ങൾ തയ്യാറാക്കി. അവയുടെ അച്ചുനിരത്തുക അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ തയ്യാറാക്കുക, ഇതെല്ലാം ബെയ്ലി തന്നെ നേതൃത്വം കൊടുത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. 1823 മുതലുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി 2 പുസ്തകങ്ങൾ പ്രധാനമായും അദ്ദേഹം അച്ചടിക്ക് തയ്യാറാക്കുന്നു. ഒന്ന് മത്തായിയുടെ എവൻഗെലിയോൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. രണ്ടാമത് അച്ചടിക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കുന്നത് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന ഒരു പുസ്തകമാണ്. ആദ്യം ബൈബിളിൻ്റെ ഒരു പുസ്തകം അച്ചടിച്ചു, രണ്ടാമത് ഒരു പാഠപുസ്തകം അച്ചടിച്ചു. പിന്നീടാണെങ്കിലും നമുക്ക് ബെയ്ലിയുടെ ഇതേ ദർശനം കോട്ടയം CMS പ്രസിൻ്റെ അച്ചടി ചരിത്രത്തിൽ കാണാൻ കഴിയും. ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തിലും കേരള നവോത്ഥാനത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി സ്റ്റഡി സെൻറ്റർ ആൻഡ് മ്യൂസിയത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഈ സ്റ്റഡി സെൻറ്റർ ആൻഡ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. കേരളത്തിലെത്തിയ ബെയ്ലി വിദ്യാലയങ്ങളിൽ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. അദ്ദേഹം മലയാള ഭാഷ സ്വായത്തമാക്കുകയും കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ഭാഷ പരിചയപ്പെടുത്തുകയും ചെയ്തു. അച്ചടിശാലകളുടെ അഭാവം ബൈബിൾ തർജ്ജമയ്ക്ക് തടസ്സമായപ്പോൾ ബെയ്ലി തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സഹായത്താൽ ഇംഗ്ലണ്ടിൽ നിന്നും പ്രസ്സും മദ്രാസിൽ നിന്നും അച്ചുകളും വരുത്തുവാൻ ശ്രമിച്ചു. 1817 ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്തേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം ആദ്യമായി ബെഞ്ചമിൻ ബെയ്ലി CMS കോളേജ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജായ CMS കോളേജിൻ്റെ ആദ്യത്തെ മിഷണറി പ്രിൻസിപ്പളായി ചുമതലയെടുത്തു. മിഷണറി പ്രിൻസിപ്പളായി ചുമതലയെടുത്തതിന് ശേഷം ബെഞ്ചമിൻ ബെയ്ലി 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒന്നാമതായി, ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയിലുള്ള ഒരു പാഠ്യക്രമം രൂപീകരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ ബെയ്ലി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായും വിദ്യാഭ്യാസ പ്രചരണത്തിനായും ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. 1821 ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇവിടെ സ്ഥാപിതമായെങ്കിലും നിലവിലുള്ള മലയാളം അക്ഷരലിപികൾ പ്രിന്റിങ്ങിന് യോഗ്യമല്ല അല്ലെങ്കിൽ ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കിയ ബെഞ്ചമിൻ ബെയ്ലി നിലവിലുള്ള പ്രാദേശിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രയോജനത്തിൽ ഒരു പ്രിന്റിംഗ് പ്രസ്, ഒരു വുഡൻ പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കി. ആ വുഡൻ പ്രിന്റിംഗ് പ്രസിന്റെ ഒരു റെപ്ലിക്കയാണ് നാം കാണുന്നത്. ഒരു ലോഹ പണിക്കാരൻ്റെയും ആശാരിയുടെയും സഹായത്താൽ ലോഹ സാമഗ്രികളും പ്രസ്സും പണി കഴിപ്പിച്ചു. ഇതായിരുന്നു കേരളത്തിലെ ആദ്യ അച്ചുകൂടം. ഇതിന്റെ പണി പൂർത്തിയായ ഉടൻ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും അച്ചടി യന്ത്രവും ഇംഗ്ലീഷ് അച്ചുകളും കോട്ടയത്ത് വന്നു ചേർന്നു. 1823
കേരളത്തിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രിന്റിംഗ് പ്രസ്സാണ് CMS പ്രസ് കോട്ടയം. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1821 ഒക്ടോബർ മാസം 18 തീയതിയാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടി ശാലയായ CMS പ്രസ് ആരംഭം കുറിക്കുന്നത്. റവറൻ ബെഞ്ചമിൻ ബേലി എന്ന ആ മഹാപ്രതിഭയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥലം കൂടിയാണ്. അദ്ദേഹം അച്ചടി ശാലയുടെ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥലമെന്ന നിലയിൽ ഈ സ്ഥലത്തിനേറെ പ്രാധാന്യം നൽകുന്നു. ഇവിടെ അദ്ദേഹം പ്രവർത്തിപ്പിച്ചതായ അച്ചടിയുടെ ബേസ് നമുക്ക് ഈ താഴെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം രൂപകൽപ്പന നൽകിയ ചില അച്ചുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ആദ്യത്തെ ഡിക്ഷണറി 1846 മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഈ പ്രസ്സിലാണ്. 1849 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അദ്ദേഹം ഇവിടെ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യത്തേതാണ് 1824 ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന പുസ്തകം. അതിൻ്റെ റീപ്രിൻ്റ് ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1826 അദ്ദേഹം വേദപുസ്തകം തർജ്ജമ ചെയ്ത് പൂർണ്ണമാക്കപ്പെടുകയും 1829 തുടർന്ന് 1841 വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമവും പഴയ നിയമവും അടങ്ങിയ പൂർണ്ണ രൂപം അദ്ദേഹം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇവിടെ CMS പ്രസ്സിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ ആദ്യമായി ഉരുണ്ട മലയാള അക്ഷരങ്ങൾ അച്ചടി നടത്തിയ പ്രസ്, ആദ്യമായി സമ്പൂർണ്ണ മലയാള വേദപുസ്തകം തർജ്ജമ ചെയ്ത് അച്ചടിച്ചത്, ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചത്, 1948 ആദ്യത്തെ മാസികയും പത്രവും അച്ചടിച്ചത് എന്നിങ്ങനെ CMS പ്രസിന്റെ നേട്ടങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. കേരളത്തിൽ ബെയ്ലി പുറത്തിറക്കിയ അച്ചടി ഗ്രന്ഥമായിരുന്നു ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം. വ്യത്യസ്തമായ ഉള്ളടക്കം അനായാസം കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന വിദ്യ ഏറെ പ്രചാരം നേടി. 1970-90 കാലഘട്ടങ്ങളിൽ ലേസർ പ്രിന്റും ഇങ്ക് ജെറ്റ് പ്രിന്റും പേഴ്സണൽ കമ്പ്യൂട്ടറുകളും ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറുകളും പ്രിന്റിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. പ്രിന്റിംഗ് രംഗത്തെ ഏറ്റവും പുത്തൻ കണ്ടുപിടുത്തമായ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് ചെറുതും വലുതുമായ വസ്തുക്കളുടെ പ്രിന്റ് ചെയ്തെടുക്കുവാൻ കഴിയും. ശരീരഭാഗങ്ങളും മറ്റും പ്രിന്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യയാണ് ബയോ പ്രിന്റിംഗ്. നിർമ്മിത ബുദ്ധി അഥവാ AI ഉപയോഗിച്ചുള്ള റോബോട്ടുകളും മിഷനറികളും വമ്പൻ മാറ്റങ്ങളാണ് ആധുനിക കാലത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വളർച്ചയുടെ മുന്നേറ്റം സൃഷ്ടിച്ച ഇൻഡഗ്ലിയോ പ്രിന്റിംഗ് ആണ് അതീവ സുരക്ഷ ആവശ്യമായ കറൻസി, സ്റ്റാമ്പ് പേപ്പർ തുടങ്ങിയവ പ്രിന്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. ആധുനികമായ വിവിധതരം പ്രിന്റിംഗ് രീതികളാണ് സെൻ പ്രിന്റിംഗ്. ഇത് പ്രിന്റ് ചെയ്ത പേപ്പറുകൾക്ക് മുകളിൽ സവിശേഷമായ സുഗന്ധമുള്ള കോട്ടിങ്ങുകൾ കൊടുത്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേക്ക് പ്രിന്റിംഗിൽ പ്രിന്റർ ഉപയോഗിച്ച് റൈസ് പേപ്പർ, ഷുഗർ പേപ്പർ എന്നിവയിൽ ഭക്ഷ്യയോഗ്യമായ മഷികൾ ഉപയോഗിച്ചാണ് പ്രിന്റിംഗ്. മറ്റൊന്നാണ് മഗ് പ്രിന്റിംഗ്. ഇതിൽ ചിത്രങ്ങൾ, എഴുത്തുകൾ തുടങ്ങിയവ പ്രിന്റ് ചെയ്യുവാൻ കഴിയുന്നു. കാണുന്നത് 1837 സ്ഥാപിച്ച കൊളംബിയൻ പ്രിന്റിംഗ് പ്രസിന്റെ ഒരു മോഡലാണ് നാം ഈ കാണുന്നത്. ഇത് 1871 രൂപകൽപ്പന ചെയ്ത കൊളംബിയൻ പ്രിന്റിംഗ് പ്രസിന്റെ മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പ്രസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മദ്രാസ് ബ്രിക്ക് ടൈലും അതുപോലെ അയണും വച്ചിട്ടാണ് ഈ പ്രസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോട്ടയം CMS പ്രസിന് വേണ്ടിയിട്ട് 1821 ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന അച്ചടി യന്ത്രമാണ് നാം കാണുന്നത്. ഇതിൻ്റെ ഫ്രെയിം നമുക്ക് കാണുന്നത് പോലെ ഇത് ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ഈ ലിവർ ഉപയോഗിച്ചിട്ടാണ് ഈ അച്ചടി യന്ത്രം പ്രവർത്തിക്കുന്നത്. ചിത്രരൂപങ്ങളുടെ അച്ചടിക്ക് വേണ്ടി നിർമ്മിച്ച പ്രിന്റിംഗ് മെഷീനാണ് ഇത്. മെഷീനിൽ ഉപയോഗിക്കാനായിട്ട് നിർമ്മിച്ചിട്ടുള്ള ബ്ലോക്കുകളാണ് നമുക്ക് ഈ ബോക്സിൽ കാണാൻ കഴിയുന്നത്.
ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന യന്ത്രം മതിയാകാതെ വന്നപ്പോൾ ബെഞ്ചമിൻ ബെയ്ലി പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത അച്ചടി യന്ത്രത്തിൻ്റെ മാതൃകയാണ് നാം കാണുന്നത്. നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഉരുക്ക് ഫ്രെയിമിന് പകരം ഇവിടെ പൂർണ്ണമായിട്ടും തടി കൊണ്ടുള്ള ഫ്രെയിമാണ് കാണുന്നത്. ഫോറം സെറ്റ് ചെയ്തുറപ്പിക്കുന്ന ബെഡ് സ്റ്റോണിലും ഇംപ്രഷൻ നൽകുന്നതിനുള്ള ഭാഗം തടിയിലും നിർമ്മിച്ചിരിക്കുന്നു. ലിവറിൻ്റെ പ്രവർത്തന രീതി നോക്കാം. ഒരു അച്ചടി യന്ത്രം, ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഒരച്ചടി യന്ത്രം മതിയാവാതെ വന്നു. അതിൽ അച്ചടിച്ചിട്ട് കാര്യമായി പുസ്തകങ്ങൾ അച്ചടിച്ച് തീർക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ മറ്റൊരു അച്ചടി യന്ത്രം കൂടി ഇംഗ്ലണ്ടിൽ നിന്ന് വരിക അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തദ്ദേശീയമായ സഹായങ്ങളോടുകൂടി ഒരു അച്ചടി യന്ത്രം നിർമ്മിക്കുവാൻ ബെയ്ലി തയ്യാറായി. ഇംഗ്ലണ്ടിൽ നിന്ന് അക്കാലത്ത് എത്തിക്കൊണ്ടിരുന്ന അച്ചടി യന്ത്രങ്ങളുടെ എല്ലാം ഫ്രെയിം ഉരുക്കിൽ തീർത്താണെങ്കിൽ തടി കൊണ്ട് ഒരു അച്ചടി യന്ത്രം ഉണ്ടാക്കാനാണ് ബെയ്ലി തയ്യാറായത്. അങ്ങനെ ബെയ്ലി സ്വന്തമായി പ്രാദേശികമായ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു അച്ചടി യന്ത്രം ബെയ്ലി തയ്യാറാക്കും. ആ അച്ചടി യന്ത്രം രണ്ടാമത്തെ അച്ചടി യന്ത്രമാണ്. ഇങ്ങനെ രണ്ട് അച്ചടി യന്ത്രങ്ങൾ ഉണ്ടായപ്പോൾ കൃത്യമായും ബെയ്ലി ഒന്ന് ബൈബിളിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ അച്ചടിക്കുന്നതിനും മറ്റൊന്ന് പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നതിനുമായി തന്നെ ഉപയോഗിച്ചു. ഇവിടെ ബെയ്ലിയുടെ ഈ രണ്ടാമത്തെ ബെയ്ലി തടിയിൽ നിർമ്മിച്ച അടിയന്ത്രത്തെക്കുറിച്ച് തന്നെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. പൊതുവെ പലരും പറയാറുണ്ട് ഇംഗ്ലണ്ടിൽ നിന്നുള്ള അച്ചടിയന്ത്രം വരാൻ താമസിച്ചപ്പോഴാണ് ബെയ്ലി സ്വന്തമായി തടിയിലൊരു അച്ചടിയന്ത്രം ഉണ്ടാക്കിയതെന്ന്. പക്ഷേ അതല്ല വാസ്തവം. ഇംഗ്ലണ്ടിൽ നിന്ന് ജോൺ മൺട്രോയുടെയും കോട്ടയത്തെ മിഷണറിമാരുടെയും മദ്രാസിലെ CMS കറസ്പോണ്ടിങ് കമ്മിറ്റിയുടെയും ഒക്കെ ഉത്സാഹത്തിൽ കോട്ടയത്തേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അച്ചടിയന്ത്രം യഥാസമയം കോട്ടയത്തെത്തി. പക്ഷേ അതിൽ അച്ചടി തുടങ്ങാൻ പറ്റാതെ പോയത് മലയാളം ടൈപ്പുകൾ മദ്രാസിൽ നിന്ന് വാർത്ത കിട്ടാൻ താമസിച്ചുകൊണ്ട് മാത്രമാണ്. പിന്നീട് ആ മലയാളം ടൈപ്പുകൾ കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ അതിൽ അച്ചടി ആരംഭിക്കുന്നു. അച്ചടി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ ആ ഒരു അച്ചടിയന്ത്രം മതിയാതെ വന്നപ്പോഴാണ് ബെയ്ലി സ്വന്തം നിലയിൽ അച്ചടിയന്ത്രം കോട്ടയത്തെ ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നത്. അതിനുശേഷം വീണ്ടും ബെയ്ലി ബോംബെയിൽ നിന്ന് 2 അച്ചടിയന്ത്രങ്ങൾ കൂടി വാങ്ങുന്നുണ്ട്. ആയിരത്തി 1893 രൂപകൽപ്പന ചെയ്ത ഫുഡ് ട്രെഡിൽ പ്രിന്റിംഗ് പ്രസിന്റെ മോഡലാണ് നാം കാണുന്നത്. ഇത് USA-യിലാണ് ഈ പ്രിന്റിംഗ് പ്രസ് രൂപകൽപ്പന ചെയ്തത്. മിനി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത്. ഇത് 1999 USA-യിലാണ് ഇത് ഡിസൈൻ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാം ഈ കാണുന്നത് ബെഡ് ആൻഡ് പ്ലാറ്റൺ അച്ചടി യന്ത്രമാണ്. ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ അച്ചുകൾ കമ്പോസ് ചെയ്ത് പേജ് സെറ്റിംഗ് ചെയ്ത ശേഷം ആ പേജിൻ്റെ ഒരു പ്രിന്റ് ഇമേജ് ലോഹ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ലോഹ പ്ലേറ്റിലെ ഇമേജിൽ നിന്നും സിലിണ്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുന്ന രീതിയാണ് ബെഡ് ആൻഡ് പ്ലാറ്റൺ അച്ചടി യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതി. ഈ പ്രിന്റിംഗ് പ്രസ്സിന് പറയുന്ന പേര് റോട്ടറി പ്രിന്റിംഗ് പ്രസ് എന്നാണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു പേരാണ് സിലിണ്ടർ അച്ചടി യന്ത്രം. ഈ അച്ചടി യന്ത്രത്തിന്റെ പ്രവർത്തന രീതി പരന്ന പ്രതലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിന് പകരം കുഴൽ രൂപത്തിലുള്ള ഒരു വസ്തുവിലുള്ള പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുന്ന രീതിയാണുള്ളത്. നാം ഈ കാണുന്നത് അച്ചടിക്കായി തടിയിൽ കൊത്തിയെടുത്ത അക്ഷരങ്ങളുടെ അച്ചുകളുടെ മാതൃകയാണ്. നാം ഈ കാണുന്നത് ചിത്രരൂപങ്ങളുടെ അച്ചടിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചെടുത്ത അച്ചുകളാണ്.
1821 കേരളത്തിലെ ആദ്യത്തെ മലയാള അച്ചടിശാലയായ CMS പ്രസ് ആരംഭം കുറിച്ചത് മുതൽ ഈ സമയം വരെ വളരെ ക്രമീകൃതമായ രീതിയിലാണ് ഈ പ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്സിലേക്ക് ലഭ്യമാകുന്നതായ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി തന്നെ ഞങ്ങൾ ചെയ്ത് സമയബന്ധിതമായി നൽകുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. വരുന്നതായ ഇടബോധൂതൻ, മറ്റ് മാസികകൾ, അതുപോലെ തന്നെ ലേഖനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ വർക്ക് ഓർഡർ എഴുതി അത് വാങ്ങിച്ചതിന് ശേഷം DTP ആൾക്കാർക്ക് ഞങ്ങൾ അത് കൈമാറും. DTPയിൽ അവരത് കൃത്യമായി അത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് അതിൻ്റെ അലൈൻമെൻ്റൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒക്കെ പിന്നീട് പ്രൂഫ് റീഡർക്ക് കൈമാറും. പ്രൂഫ് റീഡർ അത് കൃത്യതയോടുകൂടി 3 പ്രാവശ്യം ചെക്ക് ചെയ്ത് തിരുത്തിയതിന് ശേഷം മാത്രമാണ് പിന്നീട് ഫൈനൽ പ്രൂഫായിട്ട് അത് പ്രിൻറ്റിങ്ങിന് നൽകുന്നത്. അങ്ങനെ പ്രിൻറ്റിങ് അതിൻ്റെതായ സമയത്തിന് ഞങ്ങൾ ലഭ്യമാക്കുകയും പ്രിൻറ്റിങ് തീർന്നതിന് ശേഷമാണ് പിന്നെ ബൈൻഡിങ് സെഷനിലേക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞതായ എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ എല്ലാ പത്രങ്ങളും ഒക്കെ അവിടെ ചെല്ലുന്നത്. അതിനുശേഷമാണ് ബൈൻഡിങ് വർക്ക് നമുക്ക് പ്രാരംഭം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഷീറ്റ് ഫീൽഡ് മെഷീനും അതുപോലെ തന്നെ വെബ് മെഷീനും ഒക്കെ നമുക്ക് ലഭ്യമാണ്. പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പ്ലേറ്റ് കയറ്റാണ്. ഇത് അലൂമിനിയം ഷീറ്റാണ്. അലൂമിനിയം പറഞ്ഞാൽ സിങ്ക് കൂടി ചേർന്ന ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് ഡെമ്മി സൈസ് പ്രിന്റിംഗ് ആണ് വരുന്നത്. ഡെമ്മി സൈസ് എന്ന് പറയുമ്പോൾ A4 സൈസ് 4 പേജ് അടിക്കാൻ പറ്റും. ഇത് ടൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ പ്രിന്റിങ്ങിനുള്ള പ്ലേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രത്യേക കെമിക്കലുണ്ട്. ആ കെമിക്കൽ വെച്ചാണ് നമ്മളിത് മെഷീനിൽ ക്ലീൻ ചെയ്യുന്നത്. ക്ലീനിങ് കഴിഞ്ഞു. ഇനിയും പ്രിന്റിങ് ചെയ്യാൻ പോകാം. പേപ്പർ ഫീഡ് ചെയ്യുന്ന ഇതാണ്. ഇത് ഓരോ ഷീറ്റ് എയർ സക്ക് ചെയ്ത് എടുത്ത് ഓരോ ഷീറ്റ് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിൽ പ്രധാനമായും പാലിക്കേണ്ട പ്രവർത്തനങ്ങളാണ് സൂക്ഷ്മ വിശകലനം, എസ്റ്റിമേഷൻ, വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട ആസൂത്രണ കഴിവ്, ഡിസൈനിങ്ങിലുള്ള അറിവ്, ഭാഷാജ്ഞാനം, മെഷീൻ ഓപ്പറേഷനിലുള്ള സൂക്ഷ്മ ശ്രദ്ധ, നല്ല കോഓർഡിനേഷൻ, നല്ല രീതിയിലുള്ള മെഷീൻ ഓപ്പറേഷൻ, വസ്തുക്കളുടെ ഗുണമേന്മ പരിശോധന കഴിവ്, പർച്ചേസ് മികവ്, ഏറ്റവും ഒടുവിൽ മാർക്കറ്റിംഗ്. ഇതാണ് ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിനു വേണ്ട അവിഭാജ്യ ഘടകങ്ങൾ. നിരവധി സുരക്ഷാ മാർഗങ്ങളും പ്രിന്റിംഗ് മേഖലയിൽ പാലിക്കേണ്ടതായുണ്ട്. യന്ത്രസുരക്ഷ, വ്യക്തിസുരക്ഷ, വായു സഞ്ചാരം, ഫയർ സേഫ്റ്റി, വൈദ്യുതി സുരക്ഷ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ശുചീകരണം, ആരോഗ്യ നിരീക്ഷണം തുടങ്ങിയവ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. SIET തയ്യാറാക്കിയ ഈ വീഡിയോ പാഠഭാഗം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെ നിരവധിയായിട്ടുള്ള വീഡിയോകൾ, അനിമേഷനുകൾ, ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ എന്നിവ SIET തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു.